എങ്ങനെയുണ്ട് നമ്മുടെ ഡെമോൺസ്ട്രേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? എങ്ങനെ കുറച്ചൊരു വ്യക്തമായി പറയാം, ഡീപ്പായിട്ട് പറഞ്ഞാൽ കേൾക്കട്ടെ. ഈ നമ്മളിപ്പോൾ ഇവരിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ അതായത് ഇതിപ്പോൾ എന്തായാലും കാർ ഓടുന്നില്ല, പക്ഷേ കാറിൽ ചെയ്യുന്ന സെയിം അതേ എക്സസൈസുകൾ നമുക്കിവിടെ ഉണ്ട്. ഇപ്പം നമുക്ക് ചെയ്യുന്ന റോഡിൻ്റെ ക്ലാസ്സിൽ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് പേയ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളിത് ചെയ്യാനുള്ള സമയം കണ്ടെത്തണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്താണ് മിസ്റ്റർ മാധവന് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞാണ്, ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞു. നമ്മളിപ്പം ഒരു വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയാൽ പോലും നമുക്ക് ഇവിടെ വന്നിരുന്ന് അത് ചെയ്തെടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ അവിടെ വെച്ചെടുത്തപ്പോൾ യു ടേണിൽ ഒരു മിസ്റ്റേക്ക് വന്നു, അവിടെ ക്ലച്ച് എടുത്ത് ആക്സിലേറ്റർ വച്ചുകൊണ്ട് തന്നെ ക്ലച്ച് എടുത്ത് യു ടേൺ എടുക്കാൻ പറ്റാതെ വന്നു. അപ്പോൾ അവരൊക്കെ അത് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ഇവിടെ ഇരുന്നതിനാൽ നമുക്ക് മൈൻഡിൽ നമുക്കൊരു റോഡ് കണ്ട് ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്തെടുക്കാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനൊരു ഡെമോൺസ്ട്രേഷനിലൂടെ. അപ്പം ഇതെല്ലാവർക്കും ഉപയോഗപ്രദമായിരിക്കും. യെസ്, ഇന്നിപ്പം അപർണയ്ക്ക് പറ്റിയൊരു മിസ്റ്റേക്ക്, ഇപ്പം നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ മിസ്റ്റേക്കുകൾ സ്വാഭാവികം, കാരണം നമുക്ക് അറിയുന്ന മേഖലകളല്ല ഇത്. നമ്മൾ ഓരോന്നൊരു അപ്പം നിങ്ങളെ പഠിപ്പിക്കാൻ ഒരു സാറുണ്ട്, സാറ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. പക്ഷേ സാറ് കാര്യങ്ങൾ പറഞ്ഞു തരും, നമ്മൾ അതുപോലെ എന്ത് ചെയ്യണം, കേൾക്കണം. ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ കൊടുത്ത് വെച്ച് നമുക്ക് ക്ലച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആക്സിലേറ്റർ നമ്മൾ വലത്തേ കാലുകൊണ്ട് ചവിട്ടിയാൽ ആക്സിലേറ്റർ വരും, ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി പോകും. പക്ഷേ നമുക്ക് ആ വലത്തേ കാല് ബലപ്പിക്കാൻ പറ്റുന്നില്ല, ഇതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് കാലിന് ബലക്കുറവില്ല, നമുക്ക് ബലപ്പിക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നത് നമ്മളെ മനസ്സ് കൈവിട്ട് പോകുന്നതാണ്. അപ്പം നമ്മുടെ മനസ്സ് അണ്ടർ കൺട്രോളിലാവുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാർ ഓടിക്കാൻ പറ്റുള്ളൂ. എന്ത് പറയുന്നു പിന്നെ ഇപ്പോഴത്തെ പ്രാക്ടീസ് ചെയ്തപ്പം എന്താണ് ഇതിനെക്കുറിച്ച് പിന്നെ അപർണയ്ക്ക് പറയാനുള്ള പറഞ്ഞാണ്? അങ്ങനെ നല്ലോണം എടുക്കാൻ പറ്റില്ല, അപ്പോൾ ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നേരത്തെ എന്തായിരുന്നു വലിയ പ്രശ്നം? ആക്സിലറേറ്റർ വിത്ത് ക്ലച്ച് എടുക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? ആക്സിലറേറ്റർ എപ്പോഴും കുറഞ്ഞു പോകുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞു പോകുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ വണ്ടിയൊന്നും ഓടുന്നില്ല. ഇവിടെ നിങ്ങൾ പഠിക്കുന്ന കൂട്ടുകാരൊക്കെ മാത്രമേ ഉള്ളൂ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് ചെയ്യുമ്പോൾ ഇത് നാളത്തെ ക്ലാസ്സിൽ ഓക്കെയാണ്. അപ്പോൾ പ്രാക്ടീസ് എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ്. അത് നിങ്ങൾ തന്നെ ചെയ്തത് റെഡിയാക്കിയെടുക്കണം. ഐശ്വര്യക്കുന്ന എന്ത് പ്രശ്നം വല്ലതും ഉണ്ടായിരുന്നോ കാർ ഓടിക്കുമ്പോൾ? ക്ലച്ച് കൺട്രോൾ കിട്ടുന്നില്ല. ക്ലച്ച് എങ്ങനെ കൺട്രോൾ കിട്ടുന്നില്ല? ഹാഫ് ക്ലച്ചിൽ നിൽക്കുന്നില്ല. ക്ലച്ച് എടുക്കുന്ന ശകലം എന്തായി പോകുന്നു, കൂടിപ്പോകുന്നു. അപ്പോൾ അതിവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പം എന്താവും, ഓക്കെയാവും. അപ്പോൾ ഇതുപോലെ പ്രാക്ടീസാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് കാറ് വേണ്ട, നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കിയിട്ട് കാറിൽ ചെയ്യുമ്പോൾ നമ്മൾ അടിപൊളിയാവും. അപ്പോൾ നാളത്തെ ക്ലാസ് നിങ്ങൾ നോക്കണം എങ്ങനെ റിസൾട്ട് വരുന്നുവെന്ന്. ഓക്കെ.